ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ അല്ലേ? ആദ്യത്തെ ക്വസ്റ്റിലോട്ട് കടന്നാലോ? റെഡിയാണോ എല്ലാരും? ഓക്കെ, റെഡിയാണോ? ഓക്കെ, ആദ്യത്തെ ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ശരിയായവ തിരഞ്ഞെടുക്കുക. ഓക്കെ, ആദ്യം മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഐക്യ കേരള പ്രസ്ഥാനമാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. അല്ലെ, ഐശ്വര്യ, ഗൗരി, അനിതയൊക്കെ റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. തുടങ്ങുവാണേ. ഒന്നാമത്തെ പ്രസ്താവന നോക്കൂ. ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. ശരിയാണോ? ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. ശരിയാണ് അല്ലെ? അടുത്തത് നോക്കൂ. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് 1885 ആണോ? തെറ്റാണ്. എപ്പോഴാണ് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത്? 1888 നിലവിൽ വന്നത്. 85 തെറ്റ്. അടുത്തത്, ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം അകത്തേത്തറയാണ്. ആണോ? ശരിയാണോ? അതായത് ഒന്നാം അഖില രാഷ്ട്രീയ സമ്മേളനം നടന്നത് അകത്തേത്തറയിലാണോ? തെറ്റാണ്. എവിടെയാണ്? ഒറ്റപ്പാലം. അല്ലെ, എവിടെയാണ്? ഒറ്റപ്പാലത്താണ് നടന്നത്. അടുത്തത് നോക്കൂ. മലബാറിൽ ഉള്ളവർക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്ന നിയമനിർമ്മാണ സഭ മദ്രാസ് നിയമനിർമ്മാണ സഭയാണ്. ശരിയല്ലേ? വളരെ ശരിയാണ്. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം മാത്രമാണ് ശരിയായ പ്രസ്താവന. അപ്പൊ എന്താണ്? ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഇതല്ലേ? അപ്പോ ഇന്ത്യയില് രണ്ടാമതായിട്ട് ഒരു നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന ഒരു നാട്ടുരാജ്യമാണ് ഏത്? തിരുവിതാംകൂർ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് കേരളത്തെ വിശേഷിപ്പിക്കുന്നത്. അത് മാത്രമല്ല, തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വരാൻ മുൻകൈയെടുത്ത ദിവാൻ ആരായിരുന്നു? ടി രാമറാവു ആണ്. ആരായിരുന്നു? ടി രാമറാവു ആണ്. അതായത് തിരുവിതാംകൂറിൽ ഇത്തരത്തിലൊരു നിയമനിർമ്മാണ സഭ ആവശ്യമാണ് എന്ന് ഉന്നയിച്ചുകൊണ്ട് അതിനു വേണ്ടി മുൻകൈയെടുത്ത വ്യക്തി. ഓക്കെ, തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാള്. അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പോ ആരാണ്, ഏത് ദിവാനാണ് അതിന് മുൻകൈ എടുത്തത് എന്ന് ചോദിച്ചാല് ടി രാമറാവു എന്ന ഉത്തരം പറയുക. അത് മാത്രല്ല, തിരുവിതാംകൂറിൽ ഇങ്ങനെ ഒരു നിയമനിർമ്മാണ സഭ വന്നിട്ട് അത് പ്രഖ്യാപിച്ച വ്യക്തി ആരാണ്, അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ഭരണാധികാരി ആരാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ ശ്രീമൂലം തിരുനാൾ എന്നാണ് നമ്മൾ ആൻസർ പറയേണ്ടത്. ഓക്കെ അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ? എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇതിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തിക്കോളൂ. ഏതാണ് ശരിയായ ജോഡി? ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേക്കും നിങ്ങൾ ആൻസർ പറയുമെന്ന് എനിക്കറിയാം. ഹായ് സുഷു. ഓക്കെ, കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോൻ ആണ്. ശരിയല്ലേ? ശരിയാണോ? ശരിയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇനി ശരിയാണ്, തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പറവൂർ ടി.കെ. നാരായണ പിള്ള. ശരിയല്ലേ? ശരിയാണ്. കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രിയാണ് ഇക്കണ്ട വാര്യർ. അതും ശരിയാണ് അല്ലെ? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഈ പറഞ്ഞവയെല്ലാം എന്താണ്? ശരിയാണ് അല്ലെ? ഇത് കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. തിരുവിതാംകൂറിൽ ആരായിരുന്നു? പട്ടം താണുപിള്ള അല്ലെ? തിരുക്കൊച്ചിയിൽ ആരായിരുന്നു? അല്ലെ? കിട്ടിയോ? എല്ലാം ശരിയല്ലേ? ആരൊക്കെയാ ശരി ഉത്തരം പറഞ്ഞത്? സിന്ധു പറഞ്ഞു, അതുപോലെ തന്നെ നജു വ്ലോഗ്സ് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാം ശരിയാണ്. നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം,
തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുത കണ്ടെത്തുക. തിരുവിതാംകൂറിലെ സ്റ്റേറ്റ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ വേഗം വായിച്ചോളൂ, കൊടുത്തിട്ടുണ്ട്. അതിൽ തെറ്റായത് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. 1938 ഫെബ്രുവരി 23-നാണ് ഇത് രൂപീകരിച്ചത്. എന്ത്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. എവിടെയാണ് രൂപീകരിച്ചത്? തിരുവനന്തപുരത്താണ്. അല്ലേ? ശരിയാണ് ആദ്യത്തെ പ്രസ്താവന. രണ്ടാമത്തെ നോക്കൂ, ആദ്യത്തെ പ്രസിഡന്റ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ ആണ്. തെറ്റാണ്. ആരാണ് ആദ്യത്തെ പ്രസിഡന്റ്? ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? പട്ടം താണുപിള്ളയാണ്. പട്ടം താണുപിള്ള ആദ്യത്തെ പ്രസിഡന്റ് പട്ടം താണുപിള്ള ആയിരുന്നു. ഓക്കെ, അടുത്തത് നോക്കൂ. ആദ്യത്തെ സമ്മേളനം നടന്നത് 1939. അതും തെറ്റാണ്. 1938-ലാണ് ഇതിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഏതാണ് നമ്മുടെ ശരി ഉത്തരം? ഇത് ചോദ്യം എന്തായിരുന്നു? ഇതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ് തെറ്റ്? 2ഉം 3ഉമാണ് തെറ്റ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അതായത് 1938 തിരുവിതാംകൂറിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാല് അന്ന് അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്ക്, അതായത് ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തോട് കൂടിയിട്ടുള്ള ഉത്തരവാദിത്ത ഭരണം എന്നൊരു ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് 1938 തിരുവിതാംകൂറിലെ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കുന്നത്. ഓക്കെ അല്ലേ? റെഡിയല്ലേ? അടുത്ത ചോദ്യം. അടുത്തത്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരാണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലവുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണെന്ന് മാത്രം കണ്ടുപിടിക്കുക. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി തന്നെയാണ് ശരി ഉത്തരം. AFW ഡിക്സൺ ആണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കന്മാരിൽ ഉൾപ്പെടാത്തത്. ഇക്കണ്ട വാര്യർ, കെ അയ്യപ്പൻ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, ഇവര് 3 പേരും ഏതുമായി ബന്ധപ്പെട്ടതാണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലവുമായിട്ട് ബന്ധമുള്ളവരാണ്. അല്ലെ? അതായത് കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടി മാത്രം രൂപീകരിച്ചതാണ് എന്ത്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1941 അല്ലെ? 1941-ലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിക്കുന്നത്. ഓക്കെ അല്ലേ? ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? ആദ്യത്തെ സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. മറന്നു പോകരുതേ. ആദ്യത്തെ സെക്രട്ടറി, അതായത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു VR കൃഷ്ണൻ എഴുത്തച്ഛൻ. ഓക്കെ അല്ലേ? ഇനി AFW ഡിക്സൺ ആരായിരുന്നു? അതായത് കൊച്ചിയിലെ ഉത്തരവാദ ഭരണം നിരോധിക്കാനായിട്ട് ഉത്തരവിറക്കിയ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന് കൊച്ചി രാജ്യ പ്രജാമണ്ഡലവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. AFW ഡിക്സൺ ആണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലവുമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഏത് വർഷമാണ്? 1941. എന്തിനു വേണ്ടിയിട്ടാണ് രൂപീകരിച്ചത്? അതായത് കൊച്ചിയില് പ്രായപൂർത്തിയായ വ്യക്തികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവാദിത്ത ഭരണം. ഓക്കെ, അതായത് കടന്തൊലയ്ക്കൽ ഭരണമല്ല, എല്ലാവരെയും ഉൾക്കൊള്ളിച്ച എല്ലാവരുടെയും അവകാശ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടിയിട്ടായിരുന്നു 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികളിൽ ഉൾപ്പെടുന്നവ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെരഞ്ഞെടുക്കുക. ആരൊക്കെയാണ് സ്വാതന്ത്ര്യ സമരത്തിലെ, അതായത് തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ ആരെല്ലാമായിരുന്നു? ആരെല്ലാമാണ്? പട്ടം താണുപിള്ള, TM വർഗീസ്, C കേശവൻ, ഇവരെല്ലാം ആരാണ്? ഏതാണ് ശരി ഉത്തരം? എല്ലാവരും ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു.
ഓപ്ഷൻ ഡി ആണ്. പട്ടം താണുപിള്ള, സി കേശവൻ, ടി എം വർഗീസ്. ഇവര് മൂന്നുപേരും തന്നെയാണ് തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്ന് അറിയപ്പെടുന്നത്. 1947 സെപ്റ്റംബർ 4 തിരുവിതാംകൂർ മഹാരാജാവ് പുതിയൊരു ഉത്തരവാദിത്ത സർക്കാർ രൂപീകരിക്കാനായിട്ട് വിളംബരം നടത്തുകയുണ്ടായി. അപ്പൊ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അതിനു വേണ്ടി ഏറ്റവും കൂടുതൽ പോരാടിയ, അതിന് മുൻകൈ എടുത്ത വ്യക്തിത്വങ്ങൾ, മുൻനിരയിൽ നിന്ന നേതാക്കന്മാർ തന്നെയാണ് പട്ടം താണുപിള്ള, സി കേശവൻ, അതുപോലെ തന്നെ ടി വർഗീസ് തുടങ്ങിയ ആളുകൾ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം മറന്നു പോവരുതേ. പട്ടം താണുപിള്ള, സി കേശവൻ, ടി എം വർഗീസ് ആണ് തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന വസ്തുതകൾ വിലയിരുത്തുക, തെറ്റായവ തെരഞ്ഞെടുക്കുക. അല്ലെ സുഷമ? ഹലോ. ഓക്കെ, ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ നിന്ന് തെറ്റായവ തെരഞ്ഞെടുക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു, വേഗം ചെയ്തോളൂ. ഏതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ്? ഐക്യ കേരള സമ്മേളനം നടന്നത് 1947 ശരിയല്ലേ? ശരിയാണ്. അടുത്തത്, ഐക്യ കേരള സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് കെ കേളപ്പനാണ്. ശരിയല്ലേ? ശരിയാണ്. ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാനായിട്ട് KPCC ഉപസമിതി രൂപീകരിച്ചത് 1946. ശരിയാണോ? വളരെ ശരിയാണ്. അടുത്തത് നോക്കിയേ, ഉപസമിതിയുടെ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് ഈ മൊയ്തു മൗലവി ആണ്. ആണോ? ശരിയാണോ? എന്താണ് നാലാമത്തെ പ്രസ്താവന? എന്താണ്? തെറ്റാണ്. ഈ മൊയ്തു മൗലവി അല്ല. ആരാണ് ഉപസമിതിയുടെ, അതായത് KPCCയുടെ ഉപസമിതിയുടെ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത്? ആരാണ്? KP കേശവമേനോൻ ആണ്. KP കേശവമേനോൻ, അല്ലാണ്ട് മൊയ്തു മൗലവി അല്ല. അപ്പൊ ഏതാണ് ഇതിൽ തെറ്റായ പ്രസ്താവന? 4 മാത്രമാണ് അല്ലേ? അപ്പൊ ഏതാ നമ്മുടെ ഓപ്ഷൻ ഇതില്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ്. 4 മാത്രമാണ് തന്നിരിക്കുന്ന പ്രസ്താവനകളില് തെറ്റായ പ്രസ്താവന അല്ലേ? അതായത് ഈ ഐക്യ കേരളം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് 1928 കേട്ടാ. അതായത് എറണാകുളത്ത് നാട്ടുരാജ്യ പ്രജാമണ്ഡല സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു ആവശ്യമായിട്ട് ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അതായത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം, ഇത് ഐക്യ കേരള പ്രസ്ഥാനം നമുക്കറിയാം PSC സംബന്ധിച്ച് വളരെ ഇഷ്ടമുള്ള ഒരു ഭാഗമാണ്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് അല്ലെ? അപ്പൊ എന്താണ് ഈ ഐക്യ കേരള പ്രസ്ഥാനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പറഞ്ഞാല് വേറെ ഒന്നുമല്ല, അതായത് മലയാളം സംസാരിക്കുന്ന ആളുകളെ മാത്രം യോജിപ്പിച്ചുകൊണ്ട് എന്തുണ്ടാക്കിയെടുക്കുക? ഒരു പ്രത്യേക സംസ്ഥാനം രൂപീകരിച്ചെടുക്കുക അല്ലെ? അപ്പൊ അതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് കണക്കാക്കുന്ന ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തോട് കടക്കുമല്ലേ നമ്മള്? അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ശരിയായവ തിരഞ്ഞെടുക്കുക. താഴെ ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് കുറെ പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായത് ഏതാന്ന് വേഗം തെരഞ്ഞെടുത്തോളൂ. ഏതാണ്? കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് 1934 ശരിയാണോ? ശരിയാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് 1939 ആണ്. ശരിയല്ലേ? ശരിയാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI എന്നും CPIM എന്നും രണ്ടായി പിളർന്നത് 1964 ശരിയാണോ? അതും ശരിയാണ്. ഓക്കെ അല്ലേ? ഉറപ്പല്ലേ? ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്. എല്ലാം ശരിയാണ്. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് അല്ലെ? 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1939 അല്ലെ? എവിടെയാണ്? പാറപ്പുറയിലാണ് ഇത് രൂപം കൊണ്ട സ്ഥലം. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ നമുക്ക് അറിയാലോ. ആരൊക്കെയാണ്? EMS, AKG, അതുപോലെ തന്നെ P കൃഷ്ണപിള്ള. ഈ പേരുകളൊന്നും മറക്കരുതേ. ഓക്കെ, അടുത്ത ചോദ്യം. തിരുക്കൊച്ചി
നടന്ന വർഷവും ഡേറ്റും. ഈ ചോദ്യം എത്ര പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അല്ലെ? കുറേ തവണ ആവർത്തിച്ചൊരു ചോദ്യമാണിത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് വർഷമാണ് തിരുക്കൊച്ചി സംയോജനം നടന്നത്? വേഗം ആൻസർ പറഞ്ഞോ. ഞാൻ ആൻസർ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. ലിജി പറഞ്ഞു, ശ്രീജ പറഞ്ഞു, ഫല പറഞ്ഞു, ഗൗരി പറഞ്ഞു. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടന്നത്. മറക്കില്ലല്ലോ. ഏത് വർഷമാണ്? 1949 ജൂലൈ 1. ഓക്കെ അല്ലേ? തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം പലതവണ PSC ആവർത്തിച്ചൊരു ചോദ്യമാണ്. 1949 ജൂലൈ 1. അടുത്ത ചോദ്യത്തിലോട്ട് കടന്നാലോ? അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, ശ്രദ്ധിച്ചോളൂ. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യമാണ് മെക്സിക്കോ. ആണോ? ആണ്, ശരിയാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ ആണ് അല്ലെ? അതായത് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാലാണ് നമ്മൾ ഡോക്ടർ MS സ്വാമിനാഥന്റെ പേര് പറയാ അല്ലെ? അതല്ലാണ്ട് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ആരെയാ പറയാ? നോമൻ ബോർലോഗ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ പേരായിരിക്കും അല്ലെ? ആരാണ്? നോമൻ ബോർലോഗ് ആണ്. അപ്പോ രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. അത് വളരെ ശരിയാണ്. അടുത്തത് നോക്കൂ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഇന്ത്യ. ശരിയാണോ? ശരിയാണ്. ഓക്കെ അല്ലേ? അപ്പോ ഇതിൽ ഏതൊക്കെയാണ്? ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഇന്ത്യ ആണോ? സോറി, ഇന്ത്യയല്ല അല്ലെ? തെറ്റാണ്. ഏതാണ്? ഫിലിപ്പീൻസ് ആണ്. ഇന്ത്യയല്ല, ഏതാണ്? ഫിലിപ്പീൻസ് ആണ് ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്ന് അറിയപ്പെടുന്നത്. ഫിലിപ്പീൻസ് ആണ് കേട്ടോ. അപ്പൊ ഏതാണ് നമ്മുടെ ശരി ഉത്തരം? ഈ പറയുന്ന 4 പ്രസ്താവനകളിൽ നിന്ന് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായത് ഏതൊക്കെയായിരുന്നു? ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകള്? 1ഉം 3ഉമാണ് അല്ലെ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. 1ഉം 3ഉമാണ് അല്ലെ? 1ഉം 3ഉമാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? നോക്കൂ. അപ്പൊ എന്താണ് ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാല്? നമുക്കറിയാം, കാർഷിക മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് അല്ലെങ്കിൽ ഒരു പുരോഗതിക്ക് കാരണമായ വിപ്ലവം തന്നെയാണ് ഹരിത വിപ്ലവം എന്നും ഗോതമ്പ് വിപ്ലവം എന്നും എല്ലാം അറിയപ്പെടുന്ന ഈ ഒരു കാര്യം അല്ലെ? അതായത് ഈ കാർഷിക മേഖലയിലെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം, HYV സീഡ്സ് അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാക്കാണ് എന്ത്? HYV സീഡ്സ്, ഹൈ ഈൽഡിംഗ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് അല്ലെ? അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയിൽ എന്താ പറയാ, ഏറ്റവും ഡൗൺ ആയി കിടന്ന കാർഷിക മേഖലയെ എന്താ പറയാ, കുതിച്ചുചാട്ടത്തിലേക്ക് ഒരു സഹായിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു വിപ്ലവം തന്നെയാണ് ഇത് ഹരിത വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഹരിത വിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിലാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ് ചോദിച്ചാൽ ഒരു സംശയം ഇല്ലാണ്ട് നമുക്ക് നോമൻ ബോർലോഗിനെ പറയാം. ഇന്ത്യൻ ഹരിത വിപ്ലവം എന്ന് നമ്മളോട് എടുത്തു ചോദിക്കുകയാണെങ്കിൽ മാത്രം ഡോക്ടർ MS സ്വാമിനാഥൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? ഹരിത വിപ്ലവം എന്ന ആശയം അല്ലെങ്കിൽ ആ പദം ആദ്യമായിട്ട് ഉന്നയിച്ച വ്യക്തിയാണ് വില്യം ഗൗഡ്, മറന്നു പോകരുതേ. അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫിലിപ്പീൻസ് ആണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ ആരെന്ന് കണ്ടുപിടിക്കൂ എന്നുള്ള മോഡലാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. 1970 അദ്ദേഹത്തിന് ഈ ഒരു മേഖലയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ചു. ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം കാർഷിക മേഖലയിൽ ഒരു പ്രത്യേക അവാർഡ് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് ആ മഹത് വ്യക്തിത്വം? ആരാണ്?
ഓപ്ഷൻ ബി ആണ്, നോമൻ ബോർലോഗ് ആണ് അല്ലെ. ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. 1970 അദ്ദേഹത്തിന് ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്ന ആശയത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയതിന്, അല്ലെങ്കിൽ ഈ ഒരു ആശയം അർത്ഥവത്താക്കിയതിന് അദ്ദേഹത്തിന് 1970 നോബൽ സമ്മാനം ലഭിച്ചു. കാർഷിക മേഖലയിലെ ബോർലോഗ് അവാർഡ് ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഒന്നാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നോമൻ ബോർലോഗിനെ പറ്റിയിട്ടുള്ള പ്രസ്താവനകളാണ് ഈ പറഞ്ഞവയെല്ലാം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. തെറ്റായത് മാത്രം കണ്ടെത്തിയാൽ മതി. 1967-68 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത്. ആണല്ലോ, ശരിയാണ്. അടുത്ത പ്രസ്താവന, ഹരിത വിപ്ലവം നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര കൃഷി മന്ത്രി സി സുബ്രഹ്മണ്യം ആണ്. ശരിയല്ലേ? ശരിയാണ്. അടുത്തത്, സോനാറ 64, ലെമോർജ 64 എന്നിവ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത HYV വിത്തിനങ്ങൾ ആണ്. ശരിയാണോ? സൊനാറ 64, ലെമോറോജ 64 എന്നിവ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത വിത്തിനങ്ങൾ ആണ്. തെറ്റാണ്. അടുത്തത്, ആൻഡ് എവർഗ്രീൻ റെവല്യൂഷൻസ് MS സ്വാമിനാഥന്റെ പുസ്തകമാണ്. ശരിയല്ലേ? ആൻഡ് എവർഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് MS സ്വാമിനാഥന്റെ പുസ്തകമാണ്. ശരിയാണ്. നമ്മുടെ ഉത്തരം, തെറ്റായ പ്രസ്താവന ഏതാണ്? 3 മാത്രമാണ് ഇതില് തെറ്റായ പ്രസ്താവന. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി കണ്ടെത്തുക. ഒരു മാച്ച് ദ ഫോളോയിങ് പോലെയാണ് തെറ്റായ ജോഡി ഇതിൽ കണ്ടെത്താനായിട്ട് പറയുന്നത്. സോറി, ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ആണ്. തെറ്റായ ജോഡിയല്ല, നിങ്ങൾ ഇതിനെ ക്രമപ്പെടുത്തിയാൽ മതി കേട്ടോ. ജോഡി ആക്കിയാലും മതി. ഇതിനെ ജോഡിയാക്കുക കേട്ടോ. മാച്ച് ദ ഫോളോയിങ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഡോക്ടർ MS സ്വാമിനാഥനുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ് അതില്? അതുപോലെ ഗോതമ്പുമായി ബന്ധപ്പെട്ടത് ധവള വിപ്ലവം, നീല വിപ്ലവം. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് അല്ലെ. ഏതാണ്? MS സ്വാമിനാഥൻ. അദ്ദേഹത്തിന്റെ പുസ്തകം ഏതാണ്? MS സ്വാമിനാഥന്റെ പുസ്തകമാണ് ഏത്? ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ അല്ലെ. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ്. ഗോതമ്പ് ഏതാണ്? ഗോതമ്പുമായി ബന്ധപ്പെട്ടത് കല്യാൺ സോന. ഗോതമ്പിന്റെ ഒരു വെറൈറ്റി ഇനമാണ്, അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിന്റെ ഇനമാണ് ഏത്? കല്യാൺ സോന അല്ലെ. 2B ആണ്. ഇനി ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് പാലുമായിട്ട്, ധവള വിപ്ലവം പാലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വർഗീസ് കുര്യനാണ് അല്ലെ. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വർഗീസ് കുര്യനാണ്. നീല വിപ്ലവം അത് മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ ആണ് അല്ലെ. MS സ്വാമിനാഥൻ, ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. ഗോതമ്പ്, കല്യാൺ സോന. ഹരിത വിപ്ലവത്തില് ഗോതമ്പിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഒരു വിത്തിനമാണ് കല്യാൺ സോന. ധവള വിപ്ലവം പാലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നീല വിപ്ലവം മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് സാംക്രമിക രോഗം ഏതാണെന്ന് കണ്ടെത്തുക. അപ്പൊ ബയോളജി പാർട്ടിലോട്ട് നമ്മൾ എത്തി. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അല്ലെ. എന്താണ് ആദ്യം മക്കളെ ഈ സാംക്രമിക രോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്കറിയാം, സൂക്ഷ്മ ജീവികൾ രോഗകാരികളാവുകയും അതേപോലെ തന്നെ ആളുകൾ, അതായത് രോഗിയായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെ മറ്റൊരാളിലേക്ക് പകരുന്നതുമായിട്ടുള്ള എല്ലാ രോഗങ്ങളെയും നമ്മൾ എന്താ പറയുക? സാംക്രമിക രോഗങ്ങൾ എന്നാണ് പറയുന്നത്. ഇതിൽ ഏതാണ് സാംക്രമിക രോഗം? വേഗം കണ്ടെത്തിക്കോ. ഡെങ്കിപ്പനി, ക്ഷയം, COVID-19. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഇവയെല്ലാം എന്താണ്? സാംക്രമിക രോഗങ്ങളാണ് അല്ലെ. അതായത് സൂക്ഷ്മ ജീവികൾ രോഗകാരികളാവുകയും ഈ രോഗകാരി ഉള്ളിൽ പോന്നുകൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്. ഇത്
അല്ലെങ്കിൽ രോഗം ലഭിച്ച അല്ലെങ്കിൽ രോഗമുള്ള ആളിൽ നിന്ന് മറ്റൊരാൾക്ക് സമ്പർക്കം മൂലം പകരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രോഗങ്ങൾ ആണ് അല്ലെ. നമുക്ക് എങ്ങനെയൊക്കെ ഈ രോഗങ്ങൾ പകരും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. സ്പർശനം, അതുപോലെ തന്നെ ചുമ, തുമ്മല്, അതുപോലെ തന്നെ മലിനമായിട്ടുള്ള ആഹാരം കഴിക്കുക, ജലം കുടിക്കുക, അതുപോലെ അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങൾ, അതുപോലെ എന്താ പറയാ വസ്ത്രം, അങ്ങനെയുള്ള ക്ലോസ് കോണ്ടാക്ട്, അതായത് ആരാണോ ഈ രോഗാണു ഉള്ളിൽ പ്രവേശിച്ച് രോഗം ഉള്ള ആള് അല്ലെ, രോഗിയുമായിട്ട് നമ്മൾ ക്ലോസ് ടു ക്ലോസ് ഒരുപാട് പെരുമാറുകയാണെങ്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ രോഗം ഉണ്ടാവാനായിട്ട് ഒരു സാധ്യത ഉള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത്തരം രോഗങ്ങൾ പകരാതിരിക്കാൻ നമുക്ക് ഏക മാർഗമേ ചെയ്യാനുള്ളൂ. വേറൊന്നും അവിടെ ബന്ധവും സ്വന്തവും എന്റെ സ്വന്തമാണ് അല്ലെങ്കിൽ എന്റെ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള പൊസിറ്റീവ്സും അവിടെ പാടില്ല. അവിടെ നമ്മൾ എന്താണ്, ആ രോഗവും ആ രോഗകാരിയിൽ നിന്നും അകലം പാലിക്കുക. നമുക്ക് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സാംക്രമിക രോഗങ്ങൾ ഒരു പരിധി വരെ തടയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ എല്ലായ്പ്പോഴും ശുദ്ധവും അതുപോലെ തന്നെ പരിസരങ്ങളും എന്തായി വെക്കുക? ശുചിയായിട്ട് വെക്കുക. ഇതും എല്ലാവിധ രോഗങ്ങളെയും തടയുന്നതിന് ഒരു കാരണമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഡെങ്കിപ്പനി, COVID-19, ക്ഷയം, ഇതെല്ലാം എന്താണ്? സാംക്രമിക രോഗങ്ങളാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സൂക്ഷ്മജീവികൾ വഴി കയറുന്ന രോഗമാണേത്? സാംക്രമിക രോഗം.